ക്ഷേത്ര ഉത്സവത്തിനിടെ ഗണഗീതം പാടിയത് ചോദ്യം ചെയ്യാനായിട്ടെത്തിയ CPM നേതാവിന് RSS BJP പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. സൂപ്പർ, അത് പൊളിച്ചു. ചോദിച്ചു, അവർ മനസ്സറിഞ്ഞു കൊടുത്തു. പോയിരുന്നു വാങ്ങിയതല്ലേ. അടികൊണ്ട സഖാവിന്റെ പേരും കൂടെ വെളിപ്പെടുത്തണം. സഖാവ് ഷാൻ. സഖാവ് ഷാനെ താങ്കൾ പാർട്ടി ഓഫീസിലെ കാര്യവും അതുപോലെ AKG സെന്ററിൽ ആരെങ്കിലും പാടാൻ വന്നാലോ അല്ല താങ്കളുടെ പള്ളികളിൽ ഈ പറഞ്ഞ ഗണഗീതം പാടാൻ വന്നാൽ താങ്കൾക്ക് തടയാനുള്ള അധികാരമുണ്ട്. ക്ഷേത്രങ്ങളിൽ എന്ത് പാടണം, എന്ത് നടത്തണമെന്ന് അവിടുത്തെ ഭരണസമിതിയും അതേപോലെ ഹൈന്ദവ വിശ്വാസികളും ഇവിടുത്തെ ഹിന്ദുക്കളും തീരുമാനിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ക്ഷേത്രത്തിൽ കയറി ഇതേ ഉണക്ക് പട്ട് ഷോ കാണിക്കാൻ വന്നാൽ അമ്പലത്തിൽ കയറി ഊമ്പിത്തരം കാണിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. നീ ഒന്നും പിന്നെ നേരെ നടന്ന് തിരിച്ച് വീട്ടിൽ പോകത്തില്ല. അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ അമ്പലത്തിൽ എന്ത് കാര്യടാ? പരിപാടി കാണാൻ വന്നാൽ മാന്യമായിട്ട് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോക്കണം. നീയൊക്കെ ഒരു അമ്പലം പൊളിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞ ടീമുകളാണ്. അതുകൊണ്ടൊക്കെ നിനക്കൊന്ന് അമ്പലവും ഇല്ല, ക്ഷേത്രവും ഇല്ല, ദൈവവും ഇല്ല, വിശ്വാസവും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് നടക്കണം. നിനക്കൊക്കെ അമ്പലത്തിൽ എന്ത് കാര്യം, ക്ഷേത്രത്തിൽ ഇത് ഈ പട്ട് ഷോ കാണിക്കേണ്ട എന്ത് കാര്യമാണ് നിനക്കൊക്കെ ഉള്ളത്? ഇത് വേറെ ഒന്നുമല്ല, CPMന്റെ മനഃപൂർവ്വം CPM പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇലക്ഷൻ വരുമല്ലേ, ഇനിയിപ്പോ ഇതേണക്കുള്ള കുറെ സുഡാപ്പികളെയൊക്കെ കൂട്ടുപിടിച്ച് ഈ CPMന്റെ ഒത്താശയോടെ ഇമാർ ക്ഷേത്രങ്ങളിലോട്ട് ഇറക്കി വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി, വർഗീയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന കളികളാണ് ഇതൊക്കെ. അതെല്ലാവർക്കും മനസ്സിലാവും. അപ്പോ ഇനിയിപ്പോ ഉത്സവ സീസണൊക്കെ വരാൻ പോവാണ്. ഉത്സവ സീസണാണ് ഇനി അങ്ങോട്ട്. അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന ഭക്തി ഗാനമേളകൾക്കും പരിപാടികളൊക്കെ ആണ്. അപ്പൊ അതിലെല്ലാം ഗണഗീതങ്ങളൊക്കെ പാടും. അപ്പൊ തടയാൻ വരുന്നവന്മാരോട് പറയാനുള്ളത്, തടയാൻ വരുന്നവന്മാര് ഇതൊരു പാഠമാക്കണം. ഇനിയുള്ള സഖാക്കന്മാരെങ്കിലും വരുന്നവനൊന്നും പിന്നെ നേരെ നടന്ന് വീട്ടിൽ പോകത്തില്ല. മനസ്സിലായില്ലേ? എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. അതിന് ധൈര്യമുള്ളവന്മാർ മാത്രം തടയാനായിട്ട് ഇറങ്ങാൻ വന്നാൽ മതി. എന്നിട്ട് അവർ പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നല്ല RSSനെ നീക്കം ചെയ്യണമെന്നും RSSനെ നിരോധിക്കണം ക്ഷേത്രങ്ങളിൽ നിന്നും. നല്ലതല്ലേ? പിന്നെ ശബരിമല കട്ട് കൊള്ളയടിച്ച് കൊണ്ടുപോയതിന്റെ കൂട്ട് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും കൂടെ കൊള്ളയടിക്കാം. കേരളത്തിലെ 90% ക്ഷേത്രങ്ങളും ഇപ്പോഴും നിലനിന്ന് പോകുന്നതിന് കാരണം RSS എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അവരുടെ പ്രവർത്തനങ്ങളും RSSന്റെ സ്വാധീനം ക്ഷേത്രങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറയണ ബാക്കിയുള്ള ടീമുകൾ ഇവന്മാര് ക്ഷേത്രം കൈയടക്കാൻ വരാത്തത്. അല്ലെങ്കിൽ CPM ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ അവസ്ഥകളെല്ലാം അറിയാലോ. RSS എന്ന് പറയുന്ന ഒരു സംഘടന ഇല്ല എന്നുണ്ടെങ്കിൽ പണ്ടേ ഇവന്മാര് ഈ ക്ഷേത്രങ്ങൾ എന്താ പറയാ തച്ച് തകർത്ത് കൊള്ളയടിച്ച് തീയിട്ട് നശിപ്പിച്ചേനെ. അപ്പോ RSS എന്ന് പറയുന്ന ഒരു സംഘടന ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാനുള്ള സഖാക്കന്മാരെ, ക്ഷേത്രത്തിൽ കയറി ഷോ കാണിക്കാൻ വരരുത്. അമ്പലങ്ങളിൽ ഊമ്പിത്തരം കാണിക്കാൻ വന്നാൽ നേരെ പിന്നെ നടന്ന് വീട്ടിൽ പോവില്ല. ഇതായിരിക്കും അവസ്ഥ. ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഇവിടെ ഹൈന്ദവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഹൈന്ദവ സംഘടനകളുണ്ട്. അപ്പം അവരത് പരിഹരിച്ചോളും. നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ AKG സെന്ററിലെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുക. ഉത്സവമാണ്, ഉത്സവ സീസണാണ്. ഇറങ്ങി പട്ടി ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരെ നടന്ന് വീട്ടിൽ പോകത്തില്ല. ഇതായിരിക്കും അവസ്ഥ. ഓർത്താ നല്ലത്.